തുടർച്ചയായ രണ്ടാം ദിനവും നിയമസഭ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷ തീരുമാനം. ശബരിമല വിഷയത്തിലൂന്നി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ ധാരണ. നിയമസഭയിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് ഈ വിഷയം എടുക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് സർ, ഈ പ്രശ്നമടക്കം ഇന്നലെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ശിവകുമാർ ഉന്നയിക്കുമ്പോൾ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നവും ഉന്നയിച്ചിരുന്നു. ഞാൻ മറുപടി പറയുമ്പോൾ ആ ഭാഗവും കൂടി ഉൾപ്പെടുത്തിയാണ് മറുപടി പറഞ്ഞത്. അത് വിശദമായി ഈ സഭയിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതൊരു അടിയന്തര പ്രമേയം തന്നെ അനുവദിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പോൾ സഭ നിർത്തി, ഇപ്പോൾ ക്വസ്റ്റ്യൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് അത്തരമൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുമില്ല. അല്ല, ചോദ്യോത്തര വേളയിൽ ശ്രീ തിരുവഞ്ചൂർ ഡിബേറ്റ് ഇല്ല. അങ്ങ് അടിയന്തര പ്രമേയത്തിന്റെ അനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യോത്തര വേള പലതരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു അവസരമാണ്. അത് റദ്ദ് ചെയ്തുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പ്രായോഗികമല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ദയവായിട്ടത് മനസ്സിലാക്കണം. ചോദ്യോത്തര വേള റദ്ദ് ചെയ്യുന്നത് പ്രായോഗികമല്ല. ഈ വിഷയം ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾ ഇവിടെ സംസാരിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നലെ അടിയന്തര പ്രമേയത്തിൻ്റെ വാക്കൗട്ട് സ്പീച്ച് ഏതാണ്ട് 1 മണിക്കൂർ നേരമാണ് അങ്ങ് പ്രസംഗിച്ചത്. മാത്രമല്ല, അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് റൂൾ 50 എടുക്കുന്ന സമയത്താണ് ഉന്നയിക്കുന്നത്. ചോദ്യോത്തര വേള റദ്ദ് ചെയ്തുകൊണ്ട് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രായോഗികമല്ല. ജനങ്ങളുടെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്, ഒരു സന്ദർഭമാണ് ചോദ്യോത്തരവേള. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. ദയവായിട്ട് അതിനെ നിർബന്ധിക്കരുത്. അത് ശരിയല്ല. ചോദ്യോത്തരവേള പലതരം പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം. അത് കഴിയില്ല. ദയവായിട്ട് അങ്ങ് ആവശ്യപ്പെടരുത്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്യാൻ കഴിയില്ല. പ്ലീസ്. ചോദ്യം നമ്പർ 31 ശ്രീ PJ ജോസഫ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. പ്ലീസ്, PJ ജോസഫ്. സംസ്ഥാനത്ത് കാരുണ്യ ബെനവലൻസ് സ്കീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നുണ്ട്. അതേ സീറ്റിലിരിക്കുന്നുണ്ടല്ലോ. വാർഷിക കുടുംബ വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെ വരുന്ന കുടുംബങ്ങളിലെ രോഗികൾക്ക് മിനിസ്റ്റർ അദ്ദേഹം ചോദ്യം ചോദിക്കുന്നില്ല. ശ്രീ റോഷിയ ക്വസ്റ്റ്യൻ. CF തോമസ്. ചോദിച്ചിട്ടില്ല. CF തോമസ് ചോദിച്ചിട്ടില്ല എന്നുള്ളതല്ല, ചോദ്യത്തിന്റെ പേര് വായിക്കുമ്പോൾ സീറ്റിലുണ്ടെങ്കിൽ ചോദിക്കുന്നില്ലെങ്കിൽ അത് പറയണം. ശ്രീ റോഷിയ ക്വസ്റ്റ്യൻ. CF തോമസ്. ഡോക്ടർ N ജയരാജ്. ചോദ്യം നമ്പർ 32 ശ്രീ മഞ്ഞളാംകുഴി അലി. ചോദിക്കുന്നില്ല, പ്രമേയം ചർച്ചക്കെടുക്കണം. ഡോക്ടർ MK മുനീർ. ശ്രീ KM ഷാജി. ശ്രീ പാറക്കൽ അബ്ദുള്ള. ചോദ്യം നമ്പർ 33 ശ്രീ മുഹമ്മദ് മുഹസീൻ, ബഹുമാനപ്പെട്ട സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ആകെ 4 വിധിന്യായങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിധിന്യായത്തിൽ 10നും 50 വയസ്സിനുമിടയിൽ പ്രായമുള്ള യുവതികളെ ശബരിമല ദർശനത്തിന് വിലക്കേർപ്പെടുത്തിയ നടപടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 26 എന്നിവയുടെ ലംഘനമാകയാൽ ആയത് റദ്ദ് ചെയ്ത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമല പ്രവേശനം അനുവദിക്കുകയുണ്ടായി. കൂടാതെ കേരള ഗവൺമെൻറ് 1965 പാസാക്കിയ കേരള ഹിന്ദു ആരാധനാ സ്ഥലങ്ങൾ പ്രവേശനാനുമതി നിയമത്തിലെ ചട്ടം 3B, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(1), ആർട്ടിക്കിൾ 15(1) എന്നിവയ്ക്കെതിരാണെന്ന് കണ്ടെത്തുകയും പ്രസ്തുത ചട്ടം റദ്ദാക്കുകയും ചെയ്തു. വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് സർ. 2B ഉണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശബരിമല ക്ഷേത്ര തന്ത്രി കുടുംബം, അയ്യപ്പ സേവാ സംഘം, പന്തളം കൊട്ടാരം തുടങ്ങിയ 10ഓളം സംഘടനകൾ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയ വസ്തുതകൾ സംബന്ധിച്ച് വെവ്വേറെ സത്യവാങ്മൂലം നൽകി കോടതിയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ അനുബന്ധം 2ആയി ചേർത്തിട്ടുണ്ട്. സി 1965 പാസാക്കിയ കേരള ഹിന്ദു ആരാധനാ സ്ഥലങ്ങൾ പ്രവേശനാനുമതി നിയമത്തിലെ ചട്ടം 3B ആണ് റദ്ദാക്കിയിട്ടുള്ളത്. ഡി ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് കേസ് ഫയൽ ചെയ്തത്. കേരള സർക്കാരിനെ കക്ഷി ചേർക്കുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ, ശബരിമല ക്ഷേത്രത്തിലെ ചുമതലയുള്ള തന്ത്രി, പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ്, അയ്യപ്പ സേവാ സമിതി, ശബരിമല അയ്യപ്പ സേവാ സമാജം, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, മധുര കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, കോഴിക്കോട് പന്തളം കൊട്ടാരം ശ്രീകണ്ഠൻ രാജീവര് നായർ സർവീസ് സൊസൈറ്റി, അയ്യപ്പ സേവാ സംഘം, ശ്രീമതി രേഖാ സതി രത്നം, തിരുവനന്തപുരം ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമല ആചാര സംരക്ഷണ സമിതി എന്നിവരാണ് കേരളത്തിൽ നിന്ന് കക്ഷി ചേർന്നവർ. സർ, ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയ വസ്തുതകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 4 വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശബരിമല ക്ഷേത്ര തന്ത്രി കുടുംബം, അയ്യപ്പ സേവാ സംഘം, പന്തളം കൊട്ടാരം തുടങ്ങിയ 10ഓളം സംഘടനകൾ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയ വസ്തുതകൾ സംബന്ധിച്ച് വെവ്വേറെ സത്യവാങ്മൂലം നൽകി കോടതിയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവയെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് 411 പേജുള്ള വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് കാണുന്നു. വിധിന്യായത്തിൽ 10നും 50 വയസ്സിനിടയിൽ പ്രായമുള്ള യുവതികളെ ശബരിമല ദർശനത്തിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 26 എന്നിവയുടെ ലംഘനമാകയാൽ ആയത് റദ്ദാക്കുകയുണ്ടായി. കൂടാതെ കേരള ഗവൺമെന്റ് 1965 പാസാക്കിയ കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി റൂൾ 1965 നിയമത്തിലെ റൂൾ 3B ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 15 എന്നിവയ്ക്കെതിരാണെന്ന് കണ്ടെത്തുകയും പ്രസ്തുത ചട്ടം റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് കേസ് ഫയൽ ചെയ്തത്. ഈ കേസ് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല സാർ. അനുബന്ധം 1 ശരിയല്ല. ചീഫ് ജസ്റ്റിസ് ദീപക് ഇന്നലെ ജസ്റ്റിസ് AM ഖാൻവിൽക്കറും ചേർന്ന് പുറപ്പെടുവിച്ച വിധിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവയാണ്: ഈ സ്ഥിതി തുടർന്നാൽ ചെയറിന് മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരും. ഇത് ശരിയല്ല. ശബരിമല ക്ഷേത്രത്തിൽ അനുവർത്തിച്ചു വരുന്ന സ്ത്രീകളെ വിവേചനപരമായി ഒഴിവാക്കുന്ന ആചാരം ഹിന്ദു സ്ത്രീകളുടെ ആരാധനയുടെയും മതവിശ്വാസങ്ങളുടെയും ലംഘനമാണ്. ഇങ്ങനെ നിഷേധിക്കുന്നത് അവരുടെ ആരാധനാവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഭരണഘടനയുടെ 25(1) അനുച്ഛേദ പ്രകാരമുള്ള മതാചരണത്തിനുള്ള അവകാശം എല്ലാ പ്രായത്തിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായി ലഭ്യമാണ്. 1965 നിയമത്തിന് കീഴിൽ രൂപവൽക്കരിക്കപ്പെട്ട ചട്ടങ്ങളിലെ വിവാദമായ ചട്ടം 3Bയുടെ അടിസ്ഥാനത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീ വിഭാഗങ്ങളുടെ ക്ഷേത്രപ്രവേശനം ഒഴിവാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നത് ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾ ആചരിക്കാനുള്ള അവകാശത്തെ പ്രകടമായി ലംഘിക്കുന്നതും 25(1) അനുച്ഛേദത്തിൽ വിവക്ഷിക്കുന്ന മൗലികമായ മതാവകാശം ഇല്ലാതാക്കുന്നതുമാണ്. ശബരിമല ക്ഷേത്രത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന തരത്തിൽ ആചാരം മതാചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന ദേവസ്വം ബോർഡിന്റെ അവകാശവാദം സ്വീകരിക്കാൻ കഴിയില്ല. 1965 നിയമത്തിന്റെ 3, 4 വകുപ്പുകൾ വ്യക്തമാക്കുന്നത് ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും പൊതു ആരാധനാ സ്ഥലങ്ങളിൽ ആരാധന നടത്താനുള്ള എല്ലാ വിഭാഗം ഹിന്ദുക്കളുടെയും അവകാശങ്ങൾ കണക്കിലെടുത്താകണമെന്നാണ്. അതിന് വിരുദ്ധമായ എല്ലാ വ്യാഖ്യാനങ്ങളും 1965 നിയമത്തിലെ ഉദ്ദേശത്തെ ഇല്ലാതാക്കുന്നതും 25(1) അനുച്ഛേദത്തിൽ ഉറപ്പു നൽകുന്ന മതം ആചരിക്കുന്നതിനുള്ള മൗലികാവകാശത്തിന് ഭംഗം വരുത്തുന്നതുമാണ്. അതിനാൽ ചട്ടം 3B മൂല നിയമത്തിന്റെ പരിധി ലംഘിക്കുന്നതാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു. ജസ്റ്റിസ് നരിമാന്റെ വിധിയിലെ പ്രസക്ത ഭാഗം ഇപ്രകാരമാണ്: പൊതു സ്വഭാവമുള്ള എല്ലാ ഹിന്ദുമത സ്ഥാപനങ്ങളിലും ഹിന്ദുമത വിശ്വാസങ്ങൾ ആചരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 25(1) പ്രകാരമുള്ള മൗലികാവകാശത്തിന് മതസമുദായങ്ങൾക്കും അതിലെ വിഭാഗങ്ങൾക്കും അർഹതയുണ്ട്. ഒരു മതസമുദായത്തെ പ്രത്യേക വിഭാഗമായോ ഗണമായോ നിർണ്ണയിക്കുന്നത് വ്യക്തികളുടെ പൊതുവിശ്വാസത്തിന്റെയോ പൊതുസംഘടനയുടെയോ പ്രത്യേക പേരിന്റെയോ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ളവരെ ആ മതവിഭാഗത്തിലെ മറ്റാളുകളിൽ നിന്ന് വേർതിരിക്കാവുന്നതാണ്. ശബരിമല ക്ഷേത്രത്തെയും വിശ്വാസികളെയും ഒരു പ്രത്യേക മതവിഭാഗമായി കാണാനാവില്ല.
എല്ലാതരം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തുടങ്ങിയ എല്ലാ മതങ്ങളിലുമുള്ളവരും വ്യക്തികളും മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും തങ്ങളുടെ മതങ്ങളിൽ നിന്നും മാറാതെ തീർത്ഥാടകരായി അവിടെ സന്ദർശിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് സമാനമായ മുൻ സുപ്രീം കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തി വിശകലനം ചെയ്താൽ ശബരിമലയിൽ മാത്രമല്ല 1000-ലധികം വിവിധ അയ്യപ്പ ക്ഷേത്രങ്ങളിലായി അയ്യപ്പനെ ആരാധിച്ചു പോരുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആയതിനാൽ ഇവർ ഒരു വ്യത്യസ്ത മതവിഭാഗമായി പരിഗണിക്കപ്പെടുന്നില്ല. പ്രസ്തുത സാഹചര്യത്തിൽ 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടയുന്നത് ആചാരങ്ങൾക്കും കീഴ്വഴങ്ങൾക്കും അനുസൃതമാണെന്ന് പറയുന്നത് 1965 നിയമത്തിന്റെ 3-ാം വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാണ്. എല്ലാ സ്ത്രീകളെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞിട്ടില്ല എന്ന വാദം നിരർത്ഥകമാണ്. 10-നും 50-നും വയസ്സുമധ്യേ പ്രായമുള്ള സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ വിഭാഗം സ്ത്രീകൾക്ക് ശബരിമല ഒഴിച്ചുള്ള മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താവുന്നതാണെന്ന വാദം അവർക്കിഷ്ടമുള്ള ക്ഷേത്രത്തിൽ ആരാധന നടത്താനുള്ള അവകാശം പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇക്കാരണത്തിന്റെ അടിസ്ഥാനത്തിലും തന്ത്രിമാരും മറ്റു ചിലരും പറയുന്ന മതാചാരപ്രകാരമുള്ള നിരോധനത്തിനുള്ള അവകാശം ശരിയല്ലാത്തതും സ്ത്രീകളുടെ ജീവശാസ്ത്രപരമായ ഘടകമായ ആർത്തവത്തിന്റെ പേരിൽ അവരെ പൂർണ്ണമായും വിലക്കുന്നതും മൗലികാവകാശത്തിന് വിരുദ്ധമാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ വിധിന്യായത്തോട് അനുകൂലിച്ച് 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ വിലക്കുന്ന ആചാരവും കീഴ്വഴക്കവും ഭരണഘടനയുടെയും 1965 നിയമത്തിന്റെയും ലംഘനമാണെന്ന് വിധി പുറപ്പെടുവിച്ചു. തുടർച്ചയായി ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നിയമസഭ ഒരു ദിവസം സമ്പൂർണമായി ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇന്നലെ ചർച്ച ചെയ്തു. സ്ത്രീകളെ മതാരാധനയിൽ സമയക്രമം ലംഘിച്ചും ഭരണഘടനാ മൂല്യങ്ങളായ ആവശ്യത്തിലധികം സമയം നൽകിയും എല്ലാവരുടെയും വികാരങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഒരു അവസരം കിട്ടി. ശബരിമല ഒരു പ്രശ്നമാണ്. ശബരിമല യുവതീ പ്രവേശനം ഒരു പ്രശ്നമാണ്. അത് കരുതി എല്ലാ ദിവസവും ഈ സഭ സ്തംഭിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല, അംഗീകരിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ സഭയിൽ ചർച്ച ചെയ്യാനുണ്ട്. അതിനുള്ള അവസരമാണ് ചോദ്യോത്തരവേള. ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന സാഹചര്യം വന്നാൽ ഇന്നലെ തന്നെ ചേർന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സഭാ നടപടികൾ റദ്ദ് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ദയവായി നിങ്ങൾ സീറ്റുകളിൽ പോയിരിക്കണം. ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്നത് ജനങ്ങളോടുള്ള നിരുത്തരവാദിത്തമാണ്. അത് ശരിയല്ല. 50-നും പ്രായമുള്ള സ്ത്രീ ഒരേ വിഷയത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് 1955 ഒക്ടോബർ 21-നും 1956 നവംബർ 27-നും സഭാ നടപടികൾ 1965 കേരള നിയമത്തിൽ തുടർ നടപടിയിലേക്ക് പോകേണ്ടി വരും. ദയവായിട്ട് സീറ്റുകൾ പോയിരിക്കണം. ദയവായി സീറ്റുകൾ പോയിരിക്കണം. നിയമത്തിന്റെ 3-ാം ഒരു ആചാരം നടപ്പാക്കുന്ന ഒന്നാണ് 1960 ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് അല്പകൂടെയുണ്ട് സാർ. അത് 3-ാം വകുപ്പിൽ പ്രതിപാദിച്ചുള്ള ക്ഷേത്ര ഒരു പാരഗ്രാഫേ ഉള്ളൂ സാർ. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മേൽവിധിയോട് വിയോജിക്കുകയുണ്ടായി. വിയോജന വിധിയിലെ പ്രസക്ത ശബരിമല ക്ഷേത്രം പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്കും ഉള്ളൊരു നിയമപരമായ അംഗീകാരമാണ് 1965 ചട്ടം 3B നൽകുന്നത്. ക്ഷേത്രത്തിൽ വരുന്നതും ആചരിച്ചു വരുന്നതുമായ അംഗീകരിക്കപ്പെടുന്നതുകൊണ്ട് പ്രസ്തുത ചട്ടം ബഹുമാനായ ഗവർണർ ഇന്നലെ പറഞ്ഞ നിങ്ങൾ കേട്ടിരുന്നോ? 1965 ആക്ടിന്റെ 3-ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമാണ്. ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് ആവശ്യം വേണ്ട ഒരു ആചാരവും ആചരണവുമായതിനാലാണ് ദേവസ്വം ബോർഡ് 1965 ബഹുമാനായ ഗവർണർ പറഞ്ഞത്. ചട്ടം 3B 1965 നിയമത്തിന്റെ 3-ാം വകുപ്പിന് വിരുദ്ധമാണെന്ന് നിയമത്തിലെ 3-ാം വകുപ്പിലെ നിബന്ധന വ്യവസ്ഥകൾ പരിഗണിക്കാതെയുള്ളതാണ്. സർ, ഇതാണ് അനുബന്ധം 1. അനുബന്ധം 2 സർ. അനുബന്ധം 2 സഭാ നടപടി സുഖമായി നടത്തിക്കൊണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങ് മേശപ്പുറത്ത് വെച്ചാൽ പോലെ സർ അവർക്ക് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട്, അവർക്ക് വിഷയദാരിദ്ര്യമാണ് സർ. അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അവര് ഈ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവിടെ വന്നിരുന്നാൽ നമ്മൾ ചോദിക്കാം സാർ. എല്ലാം കയ്യിലുണ്ട്. എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. നിങ്ങളോട് ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപചോദ്യമായിട്ട് ശബരിമല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഉപചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതിന് നിങ്ങൾ തയ്യാറല്ല.
മേശപ്പുറത്ത് വെക്കലല്ല വേണ്ടത് സാർ, ഇത് മുഴുവൻ വായിക്കലാണ് വേണ്ടത് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയത്തിന്റെ കാര്യങ്ങൾ ഈ ചോദ്യത്തിന് ഉപചോദ്യമായിട്ട് ചോദിക്കാം. അതിന് നിങ്ങൾ തയ്യാറല്ല, അങ്ങ് അവസാനിപ്പിക്കാനല്ലോ സാർ. അനുബന്ധം 2 ഞാൻ മേശപ്പുറത്ത് വയ്ക്കാം സാർ. അനുബന്ധം 2 സാർ, അനുബന്ധം 2 ഞാൻ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. യെസ്. സഭാ നടപടികൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം തുടർച്ചയായിട്ട് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചോദ്യോത്തര വേള റദ്ദ് ചെയ്യുന്നു, മറ്റു നടപടികളിലേക്ക് കിടക്കുന്നു. കാളിംഗ് അറ്റൻഷൻ സബ്മിഷൻ റദ്ദ് ചെയ്തു, ഉത്തരങ്ങൾ മേശപ്പുറത്ത് വയ്ക്കാം. മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ സ്പോർട്സും വിതരണകാര്യം വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 2 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 4 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട തുറമുഖം വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റ് ക്രമ നമ്പർ 6 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റിൽ ക്രമ നമ്പർ 7 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യവും സാമൂഹ്യ നീതിയും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 8 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്തും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 9 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത്. ബഹുമാനപ്പെട്ട തൊഴിലും എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 10 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യവും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 11 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട സഹകരണവും വിനോദസഞ്ചാരവും ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 12 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 13 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത്. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനവും ഹാർബർ എഞ്ചിനീയറിംഗ് കശുവണ്ടി വ്യവസായം വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 14 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത്. ബഹുമാനപ്പെട്ട വനവും മൃഗസംരക്ഷണവും മൃഗശാലകളും വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 15 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 16 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. നിയമസഭാ സെക്രട്ടറി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-ലെ ലിസ്റ്റിൽ ക്രമ നമ്പർ 17 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. റിപ്പോർട്ട് സമർപ്പണം. അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ 14ാമത് റിപ്പോർട്ട് സമർപ്പണം ശ്രീ എം ആരിഫ്. സർ, അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ 14ാമത് റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേശപ്പുറത്ത്. സർ, മേശപ്പുറത്ത് വെച്ചാൽ പോരെ? മതി. ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. നിയമനിർമ്മാണ കാര്യം 2018 കേരള പോലീസ് ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2018 കേരള പോലീസ് ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഓർഡിനൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് സത്വര നിയമനിർമ്മാണം നടത്തുവാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റും മുഖ്യമന്ത്രി മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഇന്നും തുടർച്ചയായും 2ാം ദിനവും ഒരേ വിഷയം പറഞ്ഞുകൊണ്ട് സഭയിൽ പ്രശ്നമുണ്ടാക്കി ചോദ്യോത്തരവേള പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നിയമസഭയിൽ നിന്നും കണ്ടത്. ഇടവേള. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുകയാണ്. ശബരിമല വിഷയം ഉന്നയിച്ച് ഇന്നും പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയും തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കുകയുമായിരുന്നു. ശ്രദ്ധ ക്ഷണിക്കലും റദ്ദാക്കിയിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിന് സാധിക്കില്ല എന്നാണ് സ്പീക്കർ
മറുപടി നൽകിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ചോദ്യോത്തരവേള പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരിക്കുന്നു, തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? പ്രിയ, ഇപ്പോൾ ഏതായാലും സഭ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രധാനമായും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കുറവാണ്. അത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇത് ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയം പരിഗണിക്കണം എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കി, ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞ ദിവസത്തെ തന്റെ മറുപടിയിൽ താൻ വിശദീകരിച്ചിരുന്നു. അത് എല്ലാ കാര്യങ്ങളും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇത് അടിയന്തര പ്രമേയമായി പരിഗണിക്കേണ്ട സാഹചര്യം പോലും ഇല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. തുടർന്ന് സ്പീക്കറും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്, അതിനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ അടിയന്തര പ്രമേയത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഒരു ദിവസം, അതായത് കഴിഞ്ഞ ദിവസം മുഴുവനായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നു. എല്ലാവർക്കും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവസരം നൽകിയിരുന്നു. എല്ലാവരും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. സമയക്രമം പോലും മാറ്റിവെച്ചുകൊണ്ടാണ് അവർക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള ഒരു അവസരം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് റദ്ദാക്കി അത് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയുന്ന സാഹചര്യത്തിൽ മന്ത്രി മറുപടി പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപചോദ്യമായി വേണമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. പക്ഷേ അവർ അതിന് വഴങ്ങിയില്ല. കൂടുതൽ പ്രതിഷേധവുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിഷേധം തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റ് മാർഗങ്ങൾ തന്നെ മുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തതായി സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനുകളും റദ്ദാക്കി. ഇതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ശരിയാ, ഇന്ന് തുടർച്ചയായ രണ്ടാം ദിനമാണ് ശബരിമല വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കുന്നത്. ഒരേ വിഷയം സംബന്ധിച്ച് ഇത്തരത്തിൽ 2 ദിവസം തുടർച്ചയായി വിഷയങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നൊരു കാര്യം നിലനിൽക്കുകയാണ്. അതേ വിഷയം, ശബരിമല വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് അത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇത്തരത്തിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അവർ പ്രധാനമായും കഴിഞ്ഞ ദിവസം അവരുടെ യോഗത്തിൽ കൈക്കൊണ്ടിരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ശബരിമല വിഷയത്തിൽ ഊന്നി പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുക, ഇതിൽ സഭയ്ക്കകത്തും പുറത്തും കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉൾപ്പെടെ കൈക്കൊണ്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസം സഭ ആരംഭിച്ചപ്പോൾ തന്നെ ഈ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അടിയന്തര പ്രമേയമായി വിഷയം അതിനുള്ള നോട്ടീസ് സഭ പരിഗണിച്ചിരുന്നു. ഇത് കൃത്യമായ രീതിയിൽ എല്ലാവരും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ തുടർച്ചയായ രണ്ടാം ദിനമാണ് ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തീർച്ചയായും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും സഭ സ്തംഭിപ്പിക്കുക എല്ലാ ദിവസവും ഈ ഒരു വിഷയത്തിലൂന്നി എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ തുടർച്ചയായ രണ്ടാം ദിനവും ശബരിമല വിഷയത്തിലൂന്നിക്കൊണ്ട് സഭ സ്തംഭിച്ചിരിക്കുന്നത്. സഭാ സമ്മേളനത്തിന് രണ്ടാം ദിനവും സഭ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. സഭാ നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷം ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്പീക്കറുടെ ഡയസിന് മുൻപിൽ പ്രതിഷേധം ഉയർത്തുകയും തുടർന്നാണ് ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്നു. ചോദ്യോത്തരവേള റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളാണ് അവിടെ നിന്നും ഷീജ നൽകിയത്. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. അവർ പ്ലക്കാർഡുകളും മറ്റുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സ്പീക്കർ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് സാധ്യമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട അല്ലെങ്കിൽ ഉന്നയിക്കേണ്ട ഒരു സമയമാണ് ചോദ്യോത്തരവേള. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അടിയന്തര പ്രമേയമോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ചർച്ച ചെയ്യാൻ സാധിക്കില്ല, ഇത്തരത്തിൽ ബഹളം വെക്കാൻ സാധിക്കില്ല എന്ന് സ്പീക്കർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ
പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. സ്പീക്കറെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ അവർ ഡയസിന് മുൻപിൽ ചുറ്റും നിന്നുകൊണ്ട് പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. മറുപടി പറയുന്ന മിനിസ്റ്റേഴ്സിന്റെ വാക്കുകൾ പോലും കേൾക്കാൻ അവർ തയ്യാറാകാത്ത രീതിയിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ചോദ്യോത്തരവേളയും ഒപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഒക്കെ റദ്ദാക്കിക്കൊണ്ട് ഇന്ന് സഭ പിരിഞ്ഞത്. വീണ്ടും ഷീജ ചേരുകയാണ്. ഷീജ, ഒപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ചട്ടം 300 പ്രകാരമുള്ള പ്രമേയം സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടി വിവരങ്ങൾ. പ്രിയ, ഏതായാലും ഇന്നിപ്പോൾ തുടർച്ചയായ 2ാം ദിനമാണ് ശബരിമല വിഷയത്തിൽ കൂടിക്കൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ കൈക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തുമായി പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിലൂന്നിക്കൊണ്ട് തന്നെയായിരുന്നു അവരുടെ പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമുക്ക് കാണാനായത്. കാരണം ആ രീതിയിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുക, സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുക, ആ രീതിയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അവർ കൈക്കൊണ്ട ഒരു നിലപാടെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം അവർ അടിയന്തര പ്രമേയമായി ഈ നിരോധനാജ്ഞ, ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണം എന്നൊരു ആവശ്യത്തിലൂടെയായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നത്. അത് ചോദ്യോത്തരവേളയിൽ പരിഗണിക്കണം, ചോദ്യോത്തരവേള റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അവർ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ അതിനുശേഷം സഭ 1 മണിക്കൂർ നിർത്തിവെച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു. അപ്പോൾ അത് അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ചിരുന്നു. അതിൽ വിശദമായ എല്ലാ ഭരണ പ്രതിപക്ഷം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ അത് വീണ്ടും അതേ വിഷയം തന്നെ, പ്രത്യേകിച്ചും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഇതിൽ ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ താൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു, താൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ചോദ്യോത്തരവേള ഇത് സസ്പെൻഡ് ചെയ്ത് ഇത് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് സ്പീക്കറും നിലപാട് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിലുള്ള പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തിയതും. ഏതായാലും പ്രതിഷേധം ശക്തിപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി. അതായത് ചോദ്യോത്തരവേള ആദ്യം സസ്പെൻഡ് ചെയ്തു, തുടർന്ന് സബ്മിഷനും അതോടൊപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലും റദ്ദാക്കി, തുടർന്ന് മറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നിപ്പോൾ സ്വീകരിക്കുന്നത്. ഷിജ, ഇന്ന് 2ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം ഒരേ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നത്. അതായത് വ്യക്തമായ ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു, ഇത്തരത്തിൽ സഭ സ്തംഭിപ്പിക്കണം, കാര്യങ്ങൾ മുൻപോട്ട് പോകരുത്, ശബരിമല വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ബഹളം പ്രതിഷേധം അവർ ഉണ്ടാക്കിയതും അതുകൊണ്ട് തന്നെയല്ലേ? തീർച്ചയായും അവരുടെ ആ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി നേരിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള നടപടികളുമായി, സഭ സ്തംഭിപ്പിക്കുന്ന നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ തുടർച്ചയായ 2ാം ദിനമാണ് ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും സ്പീക്കർ വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് ചോദ്യോത്തരവേള അത് എല്ലാ വിഷയങ്ങളും, ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കിക്കൊണ്ട് മറ്റു നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയുണ്ടായിരുന്നു. അതുൾപ്പെടെ സഭയുടെ പരിഗണനയ്ക്ക് വരാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. പിടിപ്പുകേടും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചതും BJP RSS നടത്തുന്ന അനാവശ്യ സമരങ്ങളുമാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഉന്നയിച്ച വിഷയം ഇന്നലത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വിഷയമാണ്. ഇന്ന് ഉന്നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്തത്. ഇന്ന് അവിടെ ചെല്ലുന്ന ഒരു ഭക്തനും യാതൊരു സൗകര്യവുമില്ല, കക്കൂസില്ല, കുളിമുറിയില്ല, കുടിവെള്ളമില്ല, മാത്രമല്ല വിരിവെക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ എല്ലാവരും അവിടെ പോയി കണ്ട ആളുകളാണ്. MK മുനീർ ഉണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു, അനൂപ് ജാക്കബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോയി അവിടെ കണ്ടതാണ്. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് വിരി വെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലയ്ക്കലും പമ്പയിലും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഒരോലപ്പറയെങ്കിലും ഈ തീർത്ഥാടന സമയത്ത്
അവിടെ നിർമ്മിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾ വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഈ സർക്കാരിനുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു. BJP അതിന് കുടപിടിക്കുന്നു. ഈ രണ്ടു കൂട്ടരും RSSും BJPയും സംഘപരിവാറും ഇടതുമുന്നണി ഗവൺമെന്റും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ശബരിമലയെ തകർക്കാനായി രൂപീകരിച്ചിട്ടുള്ളത്. അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. മേഖലാ റിപ്പോർട്ടിംഗ് നടത്തി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടും CPIയുടെ സംസ്ഥാന കൗൺസിലിന് ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയാതെ വന്നു. പുറത്ത് മറ്റൊന്ന് പറയും, ഇന്ന് എല്ലാ വാർത്തയും വന്നിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന കൗൺസിലിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഈ ശബരിമലയിൽ ഗവൺമെന്റ് എടുത്ത നടപടി തെറ്റാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമുണ്ടോ? അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഇടതുമുന്നണിക്ക് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും? ഇന്ന് യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല. അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. മാത്രമല്ല ഭക്തജനങ്ങൾക്ക് ഒരു സൗകര്യവും, ബസിന്റെ സൗകര്യമില്ല, വിരിവെക്കാൻ സൗകര്യമില്ല, അവിടെ നെയ്യഭിഷേകത്തിന് അവസരമില്ല, വാവര് സ്വാമിയെ കണ്ട് തൊഴാനുള്ള അവസരമില്ല, കുടിവെള്ളമില്ല. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഉന്നയിക്കാൻ പോലും അവസരം നൽകാതെ ഞങ്ങൾ എന്തിനാണ് ഈ സഭയിൽ ഇരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ സ്പീക്കറോട് പറഞ്ഞു, ഇന്നലെ ഞാൻ നേരത്തെ ചോദിച്ചില്ലെന്നാ പറഞ്ഞു, ഇന്ന് നേരത്തെ തന്നെ ഞാൻ ചോദിച്ചു, ക്വസ്റ്റ്യൻ അവർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ വിഷയം എടുക്കണം. ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമാണ്. കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ പിടിപ്പുകേട് കാണിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത്. പ്രളയം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടും ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയാത്ത ദുർബലമായ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചില്ല, പിന്നെ എവിടെ ഉന്നയിക്കും? ഞങ്ങൾക്ക് എവിടെയാണ് ഉന്നയിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ പ്രതിഷേധം തുടരും. കേരളത്തിലെ ജനങ്ങളെയാണ് നിരത്തിക്കൊണ്ട് സഭയ്ക്കും പുറത്തും ഞങ്ങളുടെ പ്രതിഷേധം തുടരും. ഇന്ന് 144 പിൻവലിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഇന്ന് 144 അവസാനിക്കുകയാണ്. അത് പിൻവലിക്കണം. പിൻവലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് സൗകര്യമായി അവിടെ വരാനുള്ള അവസരം ഉണ്ടാക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 അംഗ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? സർക്കാരിന്റെ പ്രവർത്തനം പരാജയമായതുകൊണ്ടല്ലേ? ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടുകൊണ്ടല്ലേ 3 അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് മേൽനോട്ടം വഹിക്കാൻ പറഞ്ഞത്? എന്നിട്ടും സർക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ്, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നത്. ഈ പ്രതിഷേധം ഞങ്ങൾ തുടരും. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ അനാവശ്യമായ കാണുകയായിരുന്നു. തങ്ങൾ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ശബരിമലയിലില്ല, ഒപ്പം തന്നെ സർക്കാർ ഭക്തരുടെ അവകാശങ്ങൾ, അവിടേക്ക് ഭക്തർ വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് തങ്ങൾ ഇത്തരത്തിൽ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയത്. അത് സാധിക്കില്ല എന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു. തുടർന്ന് ഇന്നും അവർ അതേ വിഷയത്തിൽ തന്നെ നടുത്തളത്തിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. എന്തായാലും സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും റദ്ദാക്കി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് ഇങ്ങനെ സഭയ്ക്ക് ഇന്ന് ഇത്തരത്തിൽ പിരിയേണ്ട സാഹചര്യം വന്നത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഇന്നും സഭ പിരിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു സഭയ്ക്ക് പുറത്ത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, ശബരിമലയിലെ സൗകര്യങ്ങൾ
നഷ്ടപ്പെടുത്തുക എന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ചോദ്യോത്തര വേള റദ്ദ് ചെയ്തുകൊണ്ട് അടിയന്തരമായി അത്തരം കാര്യം ചർച്ച ചെയ്യണമെന്നുള്ള ഒരു വാദഗതിയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. എന്നാൽ കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിയമസഭയുടെ നിയമം അനുസരിച്ച് കൃത്യമായി തന്നെ ഇത്തരത്തിൽ ചോദ്യോത്തര വേള, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വേള മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള സ്പീക്കറുടെ ഒരു തീരുമാനത്തെ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വയ്ക്കുകയും തുടർന്ന് പുറത്തേക്ക് അവർ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തത്. പ്രധാനമായും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശബരിമലയിൽ ഭക്തർ ഇല്ല എന്നുള്ളതാണ്. അത് ഒരു സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണ്. സർക്കാർ ഇത്തരം ഒരു കടുംപിടുത്തം സർക്കാരും മുഖ്യമന്ത്രിയും എടുക്കുന്നത് മൂലമാണ് ഇത്തരത്തിൽ ഭക്തർ എത്തിച്ചേരാൻ കഴിയാത്തത് എന്നുള്ളതാണ്. പമ്പയിൽ പ്രധാനമായും ഒരു സൗകര്യവുമില്ല, കക്കൂസോ അതുപോലെ തന്നെ വെള്ളമോ ആവശ്യത്തിന് ഇല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മറ്റൊന്ന്, ശബരിമല തീർത്ഥാടനം സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. BJP അതിന് കൂട്ടുനിൽക്കുകയാണ്. BJPയുടെ സഹകരണത്തോടുകൂടി അത്തരത്തിലൊരു ഇടപെടലിലേക്ക് സർക്കാർ പോവുകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, 144 പ്രധാനമായും പിൻവലിക്കണം. 144 പിൻവലിച്ചുകൊണ്ട് വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. തുടർന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായി ഒരു പ്ലാനില്ലാതെ പ്രതിപക്ഷം ഇത്തരത്തിലൊരു ബഹളം വെച്ചതിനെ തുടർന്ന് ഇന്നത്തേക്ക് താൽക്കാലികമായി ആ സഭ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രിയ, അതുതന്നെയാണ് റിനു. ഈ തുടർച്ചയായ രണ്ടാം ദിനമാണ് ഈ ഒരു വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം ചർച്ച ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും പ്രതിപക്ഷം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥ, അതായത് ജനങ്ങളുടെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് ഇതെന്ന് സ്പീക്കർ എടുത്തു പറഞ്ഞിട്ടും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു പ്രതിപക്ഷം. കൃത്യമായി നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട BJPയുടെ ഒരു അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം സഭ ആരംഭിച്ചപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് സഭ തുടങ്ങി രണ്ടാം ദിവസം സഭ ആരംഭിക്കുമ്പോഴേക്കും പ്രധാനമായും ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചർച്ചകൾ ഉയർന്നു വന്നതാണ്. മുഖ്യമന്ത്രിയും ഇന്ന് ഇത്തരത്തിൽ സഭ ആരംഭിച്ച് പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി എണീറ്റ് ബഹുമാനപ്പെട്ട സ്പീക്കർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രശ്നം ഉയരുകയും കൃത്യമായി അത് ചർച്ച ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇത്തരത്തിലൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയുണ്ടായി. തുടർന്നാണ് സ്പീക്കർ കൃത്യമായ ചട്ടങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നും പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് ആവശ്യം ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും അടിയന്തരമായ അത്തരത്തിലൊരു സാഹചര്യം ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്തതാണ് എന്നുള്ള റിനുവാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ നിന്നും ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇന്നും സഭ പിരിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം അടിസ്ഥാന സൗകര്യം, ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അവർ പ്രശ്നമുണ്ടാക്കിയത്. തുടർന്ന് ഇന്ന് സഭയിൽ നടന്ന പ്രധാന സംഭവങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയുമ്പോൾ ഷീജ, കേൾക്കാമോ? പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നും തടസ്സപ്പെട്ടിരിക്കുന്നു. സഭ പിരിഞ്ഞിരിക്കുകയാണ്. ചോദ്യോത്തരവേള സമയത്ത് പ്രതിപക്ഷം ശബരിമല വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കറുടെ ഡയസിന് മുമ്പിലേക്ക് ഇറങ്ങുകയായിരുന്നു. പ്ലക്കാർഡും ബാനറുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ സ്പീക്കറിന്റെ മുൻപിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ അടിയന്തരമായി ശബരിമല വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്, ചോദ്യോത്തരവേള അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. എന്നാൽ സ്പീക്കർ അത് സാധിക്കില്ല എന്ന് പറയുകയായിരുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, ഇന്ന് ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഒരേ വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് അവർ സഭയിൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് സഭയിൽ നടന്ന സംഭവങ്ങൾ ഒരിക്കൽ കൂടി പറയുമ്പോൾ
പ്രിയ, തീർച്ചയായും ഇന്നിപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇതേ വിഷയം, പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ ശബരിമലയിലുള്ള നിരോധനാജ്ഞ പിൻവലിക്കണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയം പരിഗണിക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. അതേ രീതിയിൽ തന്നെയായിരുന്നു ഇന്നും ഈ വിഷയം ഉന്നയിച്ചത്. ഇന്നിപ്പോൾ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം അത് ശരിയായ രീതിയിലല്ല, അവിടെ കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ഇത് ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയം പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സഭ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തിറക്കുകയായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു ആവശ്യം പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയം പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ആ രീതിയിൽ റദ്ദാക്കിക്കൊണ്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം സ്പീക്കർ അറിയിച്ച് ചോദ്യോത്തരവേളയിലെ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ശബരിമല വിഷയത്തിലൊന്നിക്കൊണ്ട് കാര്യങ്ങൾ എല്ലാം തന്നെ താൻ വിശദീകരിച്ചതാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അടിയന്തര പ്രമേയമായി പോലും പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. തുടർന്ന് ഈ വിഷയം ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടക്കുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിഷേധം ശക്തിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയുന്ന ഒരു സാഹചര്യത്തിൽ സ്പീക്കർ തന്നെ വ്യക്തമാക്കി, പ്രതിപക്ഷത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെങ്കിൽ ഈ ചോദ്യത്തിന്റെ അവർക്ക് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉപചോദ്യമായി ഉന്നയിക്കാവുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം തുടരുക തന്നെയായിരുന്നു. ഈ രീതിയിൽ ഉള്ളൊരു പ്രതിഷേധം ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവനായി ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചർച്ചകൾ നടത്തിയതാണ്. എല്ലാവർക്കും സമയക്രമം നോക്കാതെയാണ് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലധികം ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഇനിയും പ്രതിഷേധങ്ങൾ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങൾ എല്ലാം തന്നെ പരിഗണിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശരിയല്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തത് ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് അദ്ദേഹം സബ്മിഷനും അതോടൊപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലും റദ്ദാക്കിയത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഏതായാലും ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇന്നും സമാനമായ രീതിയിൽ അവർ നിലപാട് കൈക്കൊണ്ടത്. സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഇന്നും ഉണ്ടായത്. തുടർന്ന് ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നിപ്പോൾ തുടർച്ചയായ രണ്ടാം ദിനമാണ് സഭ സ്തംഭിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ശബരിമലയിലെ നിരോധനാജ്ഞയും പോലീസ് നടപടികളിലെ നിയന്ത്രണങ്ങളും ഒക്കെയായിരുന്നു. ഇന്നത്തെ പ്രധാന ആവശ്യം ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതുതന്നെയായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ ദിവസം അവർ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത് ശബരിമലയിൽ നിലനിൽക്കുന്ന നിരോധനാജ്ഞ അത് പിൻവലിക്കണം, ഭക്തർക്ക് സുരക്ഷയൊരുക്കണം എന്നുള്ള വിഷയങ്ങളിലൂന്നിയായിരുന്നു അവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ സ്പീക്കർ കൈക്കൊണ്ട നിലപാട് എന്ന് പറയുന്നത് ചോദ്യോത്തരവേളയിൽ ഇത് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തിപ്പെട്ടതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം സഭാ നടപടികൾ 1 മണിക്കൂറത്തേക്ക് നിർത്തിവെച്ചത്. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ച് മുഖ്യമന്ത്രി ഇതിൽ ശബരിമലയിലെ വിഷയങ്ങൾ എല്ലാം തന്നെ വിശദീകരിച്ചിരുന്നു. അതിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ ഒരു ചർച്ച തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിച്ചു, പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവസരം നൽകി. അതും സമയക്രമം മാറ്റിവെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവർ കൈക്കൊണ്ട ഒരു നടപടി എന്ന് പറയുന്നത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങളിലൂന്നിയായിരുന്നു ഇന്ന് അവരുടെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ പ്രത്യേകിച്ചും ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് പ്രതിപക്ഷം ഇന്നും എത്തിയത്. അത് അംഗീകരിക്കാനാണ് സ്പീക്കർ തയ്യാറാകാത്തത്. തുടർന്നാണ് ഏതായാലും പ്രതിഷേധം ഈ രീതിയിൽ ശക്തിപ്പെട്ടതും സഭ തുടർച്ചയായ രണ്ടാം ദിനവും തടസ്സപ്പെട്ടിരിക്കുന്നത്. ഈ ബഹളത്തിനിടയിലും ദേവസ്വം മന്ത്രി ശബരിമല വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതെന്തൊക്കെയായിരുന്നു? അദ്ദേഹം ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ അവിടെ എത്തിയതും തീർത്ഥാടകർ സംതൃപ്തരാണ് എന്ന ഒരു കട്ടിങ്ങുമായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു.
തീർച്ചയായും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇന്ന് ചോദ്യോത്തരവേളയിൽ ഉണ്ടായിരുന്നു. അതിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിൽ സർക്കാർ ഇതുവരെയായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതിന് ഉദാഹരണമായി അദ്ദേഹം എടുത്തുകാട്ടിയത് പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ സന്ദർശിച്ചു. അവർ അവിടെ അതിൽ പൂർണ്ണ തൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഇല്ല എന്നുള്ള കാര്യം അവർ തന്നെ അവരുടെ സന്ദർശനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് തീർത്തും രാഷ്ട്രീയം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒന്നും രാഷ്ട്രീയമായി തന്നെയാണ് അവർ ഈ വിഷയത്തെ നേരിടുന്നത്. അല്ലാതെ ഇതിന്റെ നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ടല്ല ഇതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയ, ഒപ്പം തന്നെ ഷീജ, പ്രതിപക്ഷം സ്പീക്കറുമായി ഒരു വാക്പോര് നടക്കുന്ന സന്ദർഭമുണ്ടായി. സ്പീക്കർ പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത്തരത്തിൽ ചോദ്യോത്തരവേളയിൽ പ്രശ്നമുണ്ടാക്കിയാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന്. എന്നിട്ടും അവർ ബഹളം വെച്ചുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയുമായിരുന്നു. ആ ഒരു കാര്യത്തിന് കൂടി വിശദാംശങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ ദിവസവും സ്പീക്കർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സഭയ്ക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അത് സ്പീക്കർ ഇന്ന് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് തെറ്റാണ്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അവർ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു സഭ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ചത്. അതിൽ വിശദമായ ചർച്ച നടന്നിരുന്നു. ശബരിമലയിലെ വിഷയങ്ങൾ എല്ലാം തന്നെ സമഗ്രമായി ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി നൽകിയ നോട്ടീസിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നലെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് ഇത് അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ആ രീതിയിൽ പ്രത്യേകിച്ചും ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് ഇത് പരിഗണിക്കാൻ സാധിക്കില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യോത്തരവേളയിൽ തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. അതിൽ ദേവസ്വം മന്ത്രി മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ ഉന്നയിക്കാം, പക്ഷേ അതിൽ ഈ ചോദ്യങ്ങൾക്ക് ഉപചോദ്യമായി നിങ്ങൾക്ക് ഉന്നയിക്കാം എന്ന് തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. പക്ഷേ അവർ അതിന് വഴങ്ങിയില്ല. ഈ സാഹചര്യത്തിലാണ് അവർ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തിയതും തുടർന്ന് സഭ തടസ്സപ്പെട്ടത്. അപ്പോൾ അതായത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധവും പ്രശ്നങ്ങളുമായി സഭ സ്തംഭിപ്പിക്കുക എന്ന ഉദ്ദേശവും ലക്ഷ്യവും തന്നെയാണോ പ്രതിപക്ഷത്തിനുള്ളത്? അത്തരത്തിലാണോ അവരുടെ നീക്കം? തീർച്ചയായും ശബരിമല വിഷയത്തെ രാഷ്ട്രീയപരമായി നേരിടുക എന്നുള്ളത് തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിൽ സഭയ്ക്കകത്തും പുറത്തും ഇതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു നിലപാടിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ നിരോധനാജ്ഞ പിൻവലിക്കും വരെ സമരം ഈ ഒരു പ്രക്ഷോഭം തുടരുക എന്നുള്ളത് തന്നെയാണ് സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചേർന്നിട്ടുള്ള UDF യോഗത്തിലും UDF പാർലമെന്ററി യോഗത്തിലും ഒക്കെ കൈക്കൊണ്ടിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. തീർച്ചയായും നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും സഭ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉപേക്ഷിച്ചു. സഭാ നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഷീജ നൽകിയത്. BJP നേതാവ് K. സുരേന്ദ്രൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പോലീസ്. അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ വാറന്റ് ഇല്ലെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദം തെറ്റെന്നും 21 തന്നെ വാറന്റ് കൊട്ടാരക്കര സബ് ജയിലിൽ സൂപ്രണ്ടിന് ലഭിച്ചെന്നും പോലീസ്. പത്തനംതിട്ട കോടതിയിൽ പോലീസ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുന്നു. ഗീവർഗീസ്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, കഴിഞ്ഞ 18-നാണ് നിലയ്ക്കലിൽ നിയമലംഘനം നടത്തിയതും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി K. സുരേന്ദ്രൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K. സുരേന്ദ്രൻ അറസ്റ്റിലാവുന്നത്. തുടർന്ന് 21-ാം തീയതിയാണ് റാന്നി കാര്യാലയം ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന് ജാമ്യം നൽകുന്നത്. തുടർന്നാണ് 52 വയസ്സുള്ള ലളിത എന്ന തൃശൂർ സ്വദേശിനിയെ സന്നിധാനത്ത് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ ഗൂഢാലോചന നടത്തിയതിനും വധശ്രമത്തിനുമായി സുരേന്ദ്രന്റെ കേസ് എടുക്കുന്നതും തുടർന്ന് സുരേന്ദ്രൻ അറസ്റ്റിലാവുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ തലശ്ശേരി ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനൊരു കണ്ണൂർ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ വാറന്റ് കൊട്ടാരക്കര സബ് ജയിലിൽ അധികാരിക്ക് ലഭിച്ചിരുന്നു. അതായത് 20-ാം തീയതി ലഭിച്ചിരുന്നു. എന്നാൽ ഈ വാറന്റ് യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു എന്നാണ് സുരേന്ദ്രന് വേണ്ടി ഇന്നലെ കേസിൽ ഹാജരായ രാംകുമാർ കോടതിയിൽ വാദിച്ചത്.
എന്നാൽ ഇന്നലെ പ്രോസിക്യൂഷന് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ സാധിക്കാറുണ്ടെങ്കിലും തെളിവോടുകൂടി ഇത് നൽകണം എന്ന് വിചാരിച്ചിരുന്നാലും പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇത് ബോധ്യപ്പെട്ടത്. അതിനാൽ രാംകുമാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും വീണ്ടും വാദം കേൾക്കണമെന്നുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കാനുള്ള അപേക്ഷ ഇന്ന് രാവിലെ തന്നെ കോടതി ചേരുമ്പോൾ തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 23-ാം തീയതിയാണ് 52 വയസ്സുള്ള ലളിതയെ ആക്രമിച്ച സംഭവത്തിൽ സുരേന്ദ്രനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ രണ്ട് ദിവസങ്ങളിൽ സുരേന്ദ്രൻ അനധികൃതമായി കസ്റ്റഡിയിലാവുകയായിരുന്നു എന്നാണ് രാംകുമാർ ഇന്നലെ കെ സുരേന്ദ്രന് വേണ്ടി അഡ്വക്കേറ്റ് രാംകുമാർ ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് ഇപ്പോൾ പോലീസ് തെളിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒന്നുകൂടി സുരേന്ദ്രനെ ജാമ്യ അപേക്ഷമേൽ ഒന്നുകൂടി വാദം കേൾക്കണമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും പോലീസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ രാവിലെ തന്നെ കോടതിയെ അറിയിക്കുമെന്നും ഇത് പ്രകാരമായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയ, ശരി, വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ അലോക് വർമ്മ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സ്ഥലമാറ്റം ചോദ്യം ചെയ്ത് CBI ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിനുള്ള മറുപടി ചോർന്നെന്ന് കണ്ടെത്തിയ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ തവണ ശൂഭിതനായിട്ടാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. കേന്ദ്ര വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിനെതിരെ അലോക് വർമ്മ സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ഇംഗ്ലീഷ് വാർത്താ വെബ്സൈറ്റിൽ വാർത്തയായി വന്നിരുന്നു. ഇതിൽ അതൃപ്തി വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് മാധ്യമവാർത്തയുടെ പകർപ്പ് അലോക് വർമ്മയുടെ അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സുപ്രീം കോടതിക്ക് നൽകിയ മറുപടിയല്ല, വിജിലൻസ് കമ്മീഷൻ നൽകിയ മറുപടിയാണ് ഇംഗ്ലീഷ് വാർത്താ വെബ്സൈറ്റായ ദി വൈറിൽ വന്നതെന്ന് അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ ചൂണ്ടിക്കാട്ടി. രഹസ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് ദി വൈർ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ആരോപണത്തിൽ വർമ്മയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം വേണമെന്ന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം മാറ്റം ചോദ്യം ചെയ്ത് CBI ഉദ്യോഗസ്ഥരായ മനീഷ് കുമാർ സിൻഹ, അശ്വിനി കുമാർ ഗുപ്ത എന്നിവർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനിക്കെതിരായ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇരുവരും. CBI അന്വേഷണം ഒഴിവാക്കാൻ വ്യവസായി സതീഷ് സന്ന കേന്ദ്ര കൽക്കരി സഹമന്ത്രി ഹരിഭായ് ചൌധരിക്ക് കോടികൾ കൈമാറിയതിന് തെളിവുണ്ടെന്ന് മനീഷ് കുമാർ സിൻഹ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനിക്കെതിരായ കേസിന്റെ അന്വേഷണത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇടപെട്ടെന്നും ഈ ഹർജിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. CBIയുടെ ഇപ്പോഴത്തെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു മനീഷിനെ നാഗ്പൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് മനീഷ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.